ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഫുഡ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിന്ന് പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ പാൽ വാങ്ങാൻ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു മോർണിംഗ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാക്കറ്റ് പാലാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിന്ന് ഫുഡ് എന്ന് പറയുമ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് നമ്മൾ മുന്നേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ പരത്തിയെടുക്കുകയാണ്. പിന്നെ ഇവിടെ ഉമ്മയും ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇന്നലെ തലേന്നത്തെ നോമ്പ് തുറക്ക് ഉണ്ടാക്കിയ പൊരിച്ച പത്തിരിക്കുള്ള മാവ് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് പുറത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളതൊന്ന് ചുട്ടെടുക്കുകയെന്ന് വിചാരിച്ച്. നമ്മളെ വീഡിയോ മോസ്റ്റ്ലി നിറയെ പേര് കാണുന്നുണ്ട്, പക്ഷെ ഒരാൾ ലൈക്ക് അടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. എല്ലാവരും സപ്പോർട്ടൊന്ന് വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോഴാണ് നമ്മളെ വീഡിയോ ഇനിയും നല്ല ഫേമസ് ആവുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നത്തെയും പോലെ അല്ലാതെ നോമ്പ് തുറക്ക് ഇന്ന് പൊരിച്ചകടിയൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം ഇതൊക്കെ, അതുകൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നല്ല മഴയാണ്. മഴയും തണുപ്പും തന്നെ നമുക്കൊരു മടി എടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പൊരിച്ചകടിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മൾ ജ്യൂസും പിന്നെ നമ്മൾ ചായയും പൊരിച്ചത്തിരിയും ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിതാ ചപ്പാത്തി ചുട്ടതിന് കേട്ടോ. ഇനി ഈ പൊരിച്ചപ്പത്തിരിയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നല്ല ചൂടായതിന് ശേഷം നമ്മളിതാ പൊരിച്ച പത്തിരി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിന് പൊരിച്ച പത്തിരി എന്ന് പറയും, ചിലർ ഇത് നെയ്പത്തിരി എന്നും പറയും കേട്ടോ. അങ്ങനെ നമ്മൾ പൊരിച്ച പത്തിരി ഓരോന്നായിട്ട് ഇതാ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും പൊരിച്ച പത്തിരിയും പിന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസും ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.